ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പുതിയൊരു അൺബോക്സിങ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഗാലക്സി M21 ആണ് ഗൈസ്. പുതിയൊരു ഫോൺ വാങ്ങിച്ചു ഗൈസ്. ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബോക്സിലോട്ട് പോകാം ഗൈസ്. സോറി, ഞാൻ ഇത് നേരത്തെ ഫോണിൻ്റെ പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഫോൺ അതിൻ്റെ തൊണ്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഗൈസ്, നമുക്ക് നേരെ ബോക്സിൻ്റെ അകത്തോട്ട് പോകാം. ബോക്സിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു ബോക്സ് കിട്ടും. അതിൻ്റെ അകത്ത് തന്നെ ഒരു ബോക്സ് കിട്ടും. അപ്പോൾ ബാക്കിൽ നമുക്ക് സിം കാർഡ് ടൂൾ കിട്ടും. പിന്നെ നമുക്ക് ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് മൂന്ന് പേപ്പർ വർക്ക് കിട്ടും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ 3 പേർക്ക് സ്വാഭാവികമായും ഒരു 2 ഗൈഡ് കിട്ടും. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പേഴ്സണൽ പിന്നെ ഗാർഡ് ഗൈഡ്, അങ്ങനെ 3-4 പേപ്പർ വർക്ക് ഉണ്ട്. വാറൻറ്റി കാർഡ്, അങ്ങനെ കുറച്ച് പേപ്പർ വർക്ക്സ് കിട്ടും. അതിന് നമുക്ക് അങ്ങ് വീണ്ടും അകത്തോട്ട് ബോക്സിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ നേരെ തന്നെ ആദ്യം തന്നെ നമ്മൾ സുന്ദരക്കുട്ടനെ നമ്മളെ ഫോണിരിക്കണം. നമുക്ക് ഫോൺ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം ഫോണ് പിന്നെ 6.53 ഇഞ്ച് ഡിസ്പ്ലേ ഫോണാണ്. അത്യാവശ്യം വലിയ ഫോണാണ് തന്നെയാണ് ഗൈസ് ഇത്. പിന്നെ ഞാൻ സത്യം പറയാലോ ഗൈസ്, ഇതിൻ്റെ വില വെറും 13 ആയിട്ടുള്ളൂ. 13 ട്രിപ്പിൾ ക്യാമറ, നല്ല അടിപൊളി പ്രൊസസ്സറും ഇതെല്ലാം കിട്ടണമെങ്കിൽ ഗൈസ് ഞാൻ ഇത് മനഃപൂർവ്വം തന്നെ സാംസങ് വാങ്ങിച്ചത്. കുറേ പേര് പറഞ്ഞു സാംസങ് വാങ്ങല്, പക്ഷെ ഞാൻ നോക്കിയപ്പം സാംസങ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ്, നേരെ നമുക്ക് വേറെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. 15 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടേണ്ടത്. അത്യാവശ്യം സ്പീഡിലാവും. ഒരു 1.5 മണിക്കൂറൊക്കെ കൊണ്ട് ചാർജ് ആവും നമ്മുടെ ഫോണ്. പിന്നെ അതാ ഇവിടെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ബാക്കിൽ 15 വോൾട്ട് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും ബോക്സിൻ്റെ അകത്തോട്ട് തന്നെ പോവാം. ബോക്സിൻ്റെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കവിടെ കിട്ടുന്ന ഒരു USB ആണ് കേസ്, ചാർജിങ് USB. അപ്പോൾ USB എന്ന് പറയില്ല, ടൈപ്പ് സി ചാർജറാണ് ഇതിൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ ഫോണിലും ടൈപ്പ് സി ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിലാവും ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ടൈപ്പ് സി ചാർജർ. ഇതാണ് ഗൈസ് സാംസങ്ങിൻ്റെ ടൈപ്പ് സി ചാർജർ. നമുക്ക് ഈ ഫോണിൻ്റെ ഈ ചാർജർ വെച്ചാൽ ചാർജ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ ചാർജൊക്കെ ആവുന്നതാണ്. പിന്നെ 6000 mAh വലിയ ബാറ്ററിയാണ് ഗൈസിട്ടുള്ളത്. അതാണ് ഗൈസ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ കുറേ നേരം ചാർജ് ചെയ്യും ഗൈസ്. അല്ല പബ്ജിയൊക്കെ HD അൾട്രയിലൊക്കെ കളിക്കാവുന്നതാണ്. HD അൾട്ര ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അൾട്ര FPS-ലും ഗ്രാഫിക്സ് HD-ലും വെച്ച് നമുക്ക് കളിക്കാം. കുറേ നേരം ഒരു അത്യാവശ്യം 2-3 കളിയൊക്കെ നമുക്ക് അടുപ്പിച്ചിരുന്ന് ഫോൺ ചൂടാവാതെ ഒക്കെ കളിക്കാം ഗൈസ്. ഒരു വലിയ ബാറ്ററിയാണുള്ളത്. പിന്നെ നമുക്ക് നേരെ ഫോണിൻ്റെ അകത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്കിതിൽ ഫ്രണ്ട് ക്യാമറ 32 MP ഫ്രണ്ട് ക്യാമറ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, പിന്നെ ബാക്കിലാണെങ്കിൽ 48 MP ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ നോക്കി, പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ കുറേ ശ്രമിച്ചു, അങ്ങനെ അവസാനം ഫോക്കസായി ഗൈസ്. നിങ്ങൾക്ക് ഞാൻ നേരെ കാണിച്ചു തരാം ക്യാമറ. അവസാനം ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ചെറുതായിട്ട് ഫോക്കസ് ആവുന്നുണ്ട്, ചെറുതായിട്ട്. ഗൈസ്, ഇപ്പോൾ ഫോക്കസായി. ഗൈസ്, നിങ്ങൾ കാണാതെ ഇതാണ് നമ്മൾ ട്രിപ്പിൾ ക്യാമറ. അപ്പോൾ ഗൈസ്, ഇത് ഫോൺ ഇതുവരെ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇതുവരെ തീരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ ടെസ്റ്റൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു ബൈ.